ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണ് ഇങ്ങനെ സ്പെസിഫിക്കായിട്ട് ഇതാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കാരണം മീൻസ് ഞാൻ പറയാം, അതായത് നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, സിൽവർ ജൂബിലി 25th ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇതുവരെ നാളത്തെ ഒരു ദിവസത്തിനെ പറ്റി യാതൊരു പ്ലാനും ഇല്ല. കറൻ്റ്ലി നോ പ്ലാൻസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇപ്പോൾ ഇങ്ങനെ TV കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഓക്കെ നാളെ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ നാളെ വരെ എന്ത് സംഭവിക്കുന്നു നമുക്കൊരു വ്ളോഗായിട്ട് ചെയ്യാം. പ്ലാൻ ഇല്ലാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡിന് നാളെയാണ് എൻ്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം അറിയില്ല എന്നാണ് എൻ്റെ വിചാരം. അതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഇടയിൽ ഇത്രയും ദിവസമായിട്ട് അങ്ങനത്തെ ഒരു ടോക്ക് വന്നിട്ടില്ല. നാളെ ബർത്ത്ഡേ അല്ലേ, എന്തെങ്കിലും പ്ലാൻ ചെയ്യുക, എന്താ വേണ്ടേ, അല്ല മീൻസ് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. എനിക്ക് ആള് ഡേറ്റൊന്നും ഓർത്ത് വയ്ക്കാത്തൊരു ടൈപ്പ്. മോസ്റ്റ്ലി നമ്മൾ ഈ ഹസ്ബൻഡ്സിനൊന്നും അങ്ങനത്തെ ഡേറ്റും കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ, നമ്മൾ ഗേൾസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഡേറ്റും കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. വെഡ്ഡിങ് ഡേറ്റ് പോലും ഓർമ്മ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ആൾക്കിപ്പോൾ വർക്ക് പ്രഷർ കുറച്ച് കൂടുതലാണ്, തിരക്കും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഓർത്ത് വെക്കണമെന്നില്ല. എന്താ സംഭവിക്കും ഇനിയിപ്പോൾ അറിയുന്നുണ്ടെങ്കിൽ ആൾക്ക് ചിലപ്പോൾ മേ ബി എന്തെങ്കിലും പ്ലാൻ, അങ്ങനെയല്ല, അങ്ങനത്തെ ടൈപ്പല്ല. മീൻസ് ഇങ്ങനെ സർപ്രൈസ് ചെയ്യുക, ഗിഫ്റ്റ് തരിക, അങ്ങനത്തെ ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പ്രതീക്ഷിക്കണില്ല. അപ്പോൾ മേ ബി ഇനി എന്തെങ്കിലും ബൈ ചാൻസ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എക്സൈറ്റ്മെൻ്റൊന്നുമില്ല. കാരണം എനിക്ക് ഒരു 95% എനിക്കറിയാം നാളെ ഒന്നും സംഭവിക്കില്ല. അത് ഞാൻ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എനിക്ക് പിന്നെ ആഗ്രഹവും ഇല്ല. അപ്പോൾ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇല്ലെങ്കിലും നാളെ എന്താവും നമുക്ക് കാണാൻ കഴിയും. Happy birthday to you. ഗൈസ്, വെറുതെ കത്തുന്നുണ്ട്. നല്ല നല്ല സാധനം. അത്യാവശ്യം കത്തിയാൽ മതി. ഇതാണ് വെറുതെ മാജിക് കാൻഡിൽ. ഈ അണക്കണ ഞാൻ ആദ്യം തരണ്ടേ? ഇയാണ് ബർത്ത്ഡേ കുട്ടി. വീട് ഇതിൻ്റെ പേരെന്തായിരുന്നു? മൂഷോ. എനിക്ക് ജീവിക്കേണ്ട കാര്യം. ഭാര്യമാരുടെ പിറന്നാളൊന്നും മറന്നിട്ട് ഭർത്താക്കന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല. സർപ്രൈസ് ആയിട്ടൊരു കേക്ക്, ചെറിയ കേക്ക് മുറിക്കുക. വലുത് മേടിച്ചിട്ട് മുറിക്കാനുള്ളൊരു എന്നിട്ട് പിന്നെ വേസ്റ്റ് ആവൂലേ? എന്തിനാ വെറുതെ വലുത് പിടിക്കുന്നു? ചെറുത് മേടിച്ച് ഇത് കഴിഞ്ഞിട്ടില്ലേ? വേറെ ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ എടുത്തിട്ട് വരാം. ഇത് പഠിക്കും. എവിടെ കൊണ്ടെടുത്തു? വരാട്ടോ. വരാട്ടോ. ഇതിൻ്റെ പേരാണ് നുകക്ക്.
ചേച്ചിയാണ് ഞാൻ മെസ്സേജ് അയക്കാം, ഒന്ന് ഓർമ്മപ്പെടുത്താം, നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. ഞാനൊക്കെ പൂവൊക്കെ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ടൗൺ പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. പൂ ഞാൻ നേരത്തെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ചൂട്, ഉള്ളിൽ ചൂടുള്ള കാരണം കൂടെ അവിടെ നിന്ന് വാടും. ഞാൻ പൂ മേടിക്കണമെന്ന് വിചാരിച്ചു. അയ്യോ കഴിഞ്ഞില്ല. കഴിക്കാൻ അവസ്ഥയില്ല ആണോ? സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. പൂജമേ ഇനി അങ്ങോട്ട് കാണുന്നത് രാവിലെ മുതലാണ്. ഞാൻ ചേച്ചിനെ അങ്ങോട്ട് വന്നു. ചേച്ചിനെ അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഈ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ട്രഷർ ഹണ്ട് പോലും സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഡോറിൽ തന്നെ ഒരു ക്ലൂ വെച്ചിട്ടുണ്ട്. ക്ലൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് സുന്ദരിയായിട്ട് വരുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്കിതാണെങ്കിൽ ജന്മത്തിൽ മനസ്സിലാവണില്ല. ഞാൻ പോയിട്ട് അപ്പുറത്ത് മിററുണ്ട്, അവിടെ പോയിട്ട് ഞാൻ എന്തെങ്കിലും വൃത്തികേടുണ്ടോ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അപ്പുറത്തൊരു സ്റ്റാമ്പുണ്ട്. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇത് നോക്കണി ഇതിന്റെ താഴെ പൊട്ടി താഴെ ബില്ലല്ലേ, അവിടെ പോണം. ഇവിടുത്തേത് ലേഡീസ് സലൂണാ. അവിടെ പോണം. പോയിട്ട് വരൂ കേട്ടോ. ഞാൻ പോയി തരഞ്ഞോ. ഇത് ആദ്യത്തെ ടാസ്കിലോട്ടുള്ള പോക്കാണ്. ടാസ്കെന്നോ സർപ്രൈസെന്നോ എന്താണെങ്കിൽ പറയാം. എനിക്ക് ആദ്യം അടിച്ചു പോയി, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർ അവിടെ കിടക്കാൻ പറഞ്ഞു. എൻ്റെ ഐബ്രോ ത്രെഡ് ചെയ്തു, എൻ്റെ ഫേസിൽ എന്തൊക്കെയോ ചെയ്തു, എന്താന്ന് പോലും എനിക്കറിയില്ല ഗൈസ്. ഇവള് ആദ്യം രാവിലെ അവിടെ പോയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയായിരുന്നു. പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ, അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ സ്റ്റാഫും അവിടുത്തെ ഇൻറ്റീരിയർ വർക്കും എല്ലാം സൂപ്പറാണ്. പക്ഷേ എനിക്കവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു എന്താ സംഭവം എന്ന് കിളി പോയതുകൊണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഒരു അരമണിക്കൂറിൽ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കുറച്ച് ഒന്ന് കറങ്ങി, എന്നാൽ അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. എങ്ങനെയുണ്ടെന്ന് കാണാൻ അവരെന്തൊക്കെ ചെയ്യുന്നു. ഇന്ന് വെയിലുള്ളണ്ടാന്നൊക്കെ പറയും. ഓക്കെ ഓട്ടെ, ആ ശരി പോയിക്കോ. എന്ത് വൃത്തിയിൽ വന്ന കുട്ടിയായിരുന്നു. ഇതിന്റെ പൊട്ടും കളിച്ച് കണ്ണൊക്കെ എഴുതിട്ട് പാർലറൊക്കെ ക്ലീനപ്പിന് കണ്ണൊക്കെ എഴുതിട്ട് നമ്മളൊക്കെ നമ്മൾ കണ്ണെന്ന് വെള്ളം എന്ത് കറിയണ കരിയല്ല കണ്ണെന്ന് വെള്ളം വീഴുന്നത്.
കൊറേ അവരെടുത്ത് ചെന്നപ്പോ പറഞ്ഞത് പാർലറിൽ. ഞാൻ ചെന്നപ്പോ തന്നെ രഞ്ജിനല്ല ചോദിച്ചു. ആദ്യം ഞാൻ വഴി വെച്ചിട്ട് വേറെ പാർലർ കയറി. അവിടെ പോയിട്ട് 2 എണ്ണല്ലേ അടുത്ത്. അപ്പൊ ഇത് പോയിട്ട് ഇത് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇത് റോസസ് സ്റ്റ്യൂ അത് അപ്പുറത്തെ സൈഡാണ്. സോറി ഇതൊരു ടാസ്ക് ആണ്. ഇറ്റ്സ് ഓക്കെ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്ത് കയറി. അപ്പൊ അത് നല്ല ഭംഗിയുണ്ട് കാണിക്കുക. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയോ? പൈസ തന്നാ നിനക്ക് തരാന്ന്. ക്ഷീണം മാറ്റാൻ നല്ല നടപ്പിന് തയ്യാറെടുക്കാം. ഇതൊക്കെ ഏട്ടനാണ് ഇതിൻ്റെയൊക്കെ ആള് എഴുതിയത്. ഓരോന്നായിട്ടെടുത്തോ? അത് വിട്ടോ, അടുത്തത് ട്രാക്ക് ചെയ്യും. അല്ല ക്ഷീണം മാറ്റാം പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവിടെ ക്ഷീണം മാറ്റാൻ കുടിക്കാൻ വെള്ളം. അടുത്തതും കൂടെ കണക്ട് ആക്കണം. നല്ല നടപ്പിന് തയ്യാറെടുക്കാം. നല്ല നടപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ബുദ്ധിയിലാക്കാൻ. നല്ല നടപ്പിന് തയ്യാറ്. ക്ഷീണം മാറ്റാൻ വേണ്ടി നീ ഫസ്റ്റ് എന്താ ചെയ്യാ? വെള്ളം കുടിക്കും. ഫസ്റ്റ് അതിന്റെ മുന്നേ വീട്ടിലേക്ക് കയറി വന്ന ഉടനെ എന്താ ചെയ്യാ? ക്ഷീണം മാറ്റാൻ AC ഇടും, എന്നിട്ട് കിടക്കും, ഇരിക്കൂലേ? എവിടെ ഇരിക്കും? സോഫയിലിരിക്കും. ഇവിടെ എവിടെയാ ഇരിക്കുക? ഇത് ഷൂറാക്ക് ക്ഷീണം മാറ്റാതിരിക്കുക. ഇതിൻ്റെ ഉള്ളില് വെയിറ്റോ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഓക്കെ. ഓക്കെ ഇപ്പൊ തുറക്കണ്ടോ അതോ എല്ലാ ടാസ്ക് കഴിഞ്ഞ് ഒരുമിച്ചാണ്? വലിച്ചിട്ടോ മറച്ചിടരുത്. അടുക്കും ചിട്ടയും മുഖ്യം പികിലെ. വലിച്ചിട്ടോ മറിച്ചിടരുത്. അടുക്കും ചിട്ടയും മുഖ്യം പികിലെ. അലമാറയാ അല്ല ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ടില്ല. ഇവിടെ ഇവിടേക്ക് കാണും. വലിച്ചിട്ടോ മറിച്ചിടരുത്. അങ്ങോട്ടൊക്കെ നോക്കാം. വലിച്ചിട്ടോ മറിച്ചിടരുത്. മറ്റേ എന്താ പുതിയ സംഭവം എനിക്കറിയില്ല. നോക്ക്, ലൈറ്റ് ഇട്ടോ. ദൈവമേ, കാണിക്കാൻ പറ്റാത്ത ഇതാണ്. വലിച്ചിട്ടോ മറിച്ചിടരുത്. ബാക്കിൽ കൊണ്ടുവച്ചിരിക്കണ ശൈത്യകാലം വരവായി. സോ കാണിക്കും. ശൈത്യകാലം മീൻസ് ഒരു തണുപ്പ് ഇതല്ലേ. അതുകൊണ്ട് ചൂട് കിച്ചണിലാണ്. നോക്കിയെടുക്കണം, നോക്കണമെന്നില്ല. എനിക്ക് ഭയങ്കരല്ലോ പൊട്ടിക്കും. അതിനകത്ത് നല്ല തണുപ്പല്ലേ? വീഡിയോ അതാണോ ശൈത്യം? എയർ ഫ്രൈൻ്റെ ഉള്ളിലാണോ ശൈത്യം? തണുപ്പ് അതുകൊണ്ട് നമ്മൾ ചൂടുള്ള എന്തായാലും ഉണ്ടാക്കി കഴിക്കൂലോ. ഓക്കെ. ഇൻട്ര ആയാലല്ലേ അതിനകത്തേക്ക് പോകാൻ പറ്റുമോ? കറുപ്പിനഴക്. കറുപ്പാ കാണിക്കട്ടെ. കറുപ്പിനഴക്. ഇല്ല, കിച്ചൺ കഴിഞ്ഞു. കറുപ്പ് ചെടിയുടെ കൊടുത്തന്നെ കൊടുത്തന്നെ. മനോഹരമോഹം. മധുരം മധുരം മധുരം. അല്ലേ? മധുരം മനോഹരം സിനിമയാണോ? എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒരു ക്ലൂ തരാം. ഹോളിൽ മാത്രം നോക്കണ്ട.
ഇതിനെന്താ പ്രത്യേകത? മധുരമനോഹരം സ്വീറ്റ് കേക്ക്സ്. ഇത് സ്വീറ്റ് കേക്ക് അല്ലല്ലോ. അതെയോ? ഇതിന്റെ പുറകിലൊരു കഥയില്ലേ? ഇത് ഏട്ടൻ തന്നത്. വലിച്ചിടൂ. റീനുവിലുണ്ട്, മേരിയിലില്ല. ബ്രാക്കറ്റിൽ 2 ട്രാക്കി. റീനുവിലുണ്ട്, മേരിയിലില്ല. പേരാലോചിച്ച കിട്ടും. എവിടെയോ കേട്ടു, നല്ല പരിചയമില്ലേ? പ്രേമലു. അതേതാ പടം? മേരി മറ്റേ കുഞ്ഞാടിലെ മേരിയ. കുഞ്ഞാടോ? അതല്ല, ആ മേരിയുടെ ആദ്യത്തെ പടമായിരുന്നു അത്. ലാസ്റ്റ് ആണത്. പ്രേമലു. മേരിയിലില്ല പ്രേമം. ലവ്. അങ്ങനെ പടം നെയ്മിൽ വെച്ചോ? അല്ല അല്ല, പൊട്ടിക്കരുത്. നീ ആ 2 പേര് വെച്ചാലേക്ക്. പ്രേമലു പ്രേമം. ഇനി ആ ക്വസ്റ്റ്യൻ കൂടെ വായിച്ചത്. റീനുവിലുണ്ട്, മേരിയിലില്ല. റീനുവിലുണ്ട്, പ്രേമലുവിലുണ്ട്, മേരിയിലില്ല. ഇതിന്റെ പാക്കറ്റിലുണ്ട്. ആദ്യം ഇതൊന്നും ലാലുവിലില്ല എന്നൊക്കെ പറയില്ലേ? അപ്പൊ അതെന്തായിരിക്കും അങ്ങനെ? റീനുവിലുണ്ട് പ്രേമലു, മേരി പ്രേമത്തിലില്ലല്ലു. മലയല്ലടാ കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 14 അടി നടന്നില്ലേ ആ കുന്ന്? കഴുത മഴ കഴുത. ഫസ്റ്റത്തെ ലൂ ആണ്. രണ്ടെന്താ? ലൂ കിട്ടിയിട്ട് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ്ക്കാർക്ക് തന്നെ നീ ഒരു നാണക്കേടായി മാർക്കും. പോയിട്ട് 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 കൂടുതൽ ക്ലൂ ആണോ? പകുതി എന്താ PS? ആദ്യത്തെ സംഖ്യയുടെ പകുതി രണ്ടാമത്തെ സംഖ്യ. 3 അക്ക സംഖ്യ. രണ്ടാമത്തെ സംഖ്യയോട് 1 കൂട്ടിയാൽ 2 1. അതേ ക്വസ്റ്റ്യൻ വായിച്ചു കൊടുക്കർക്ക്. 3 അക്ക സംഖ്യ. ആദ്യത്തെ സംഖ്യയുടെ പകുതി രണ്ടാമത്തെ സംഖ്യ, അതായത് 2 1. രണ്ടാമത്തെ സംഖ്യയോട് 1 കൂട്ടിയാൽ മൂന്നാമത്തെ സംഖ്യ. 212. പക്ഷെ 212 3 അക്ക സംഖ്യ അല്ലല്ലോ. അതെ അല്ലേ? പക്ഷെ 212 അല്ല. ഒരു ക്ലൂ കൂടെ തരാം. ആദ്യത്തെ സംഖ്യയിൽ നിന്ന് ഒരെണ്ണം കുറച്ചാലാണ് മൂന്നാമത്തെ സംഖ്യ. അതിലേതാ? ബ്രില്യന്റ് ഗേൾ. Yeah, come on. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മിസ്റ്ററി ബോക്സ് ഗിഫ്റ്റ് ബോക്സുകളെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതിവിദഗ്ധമായി ഞാൻ എല്ലാ ക്ലൂവും വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് പെട്ടെന്ന് ടാസ്ക് കഴിഞ്ഞു. പക്ഷെ ഇതൊന്നും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇപ്പം ഞാൻ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇവള് ചേച്ചി ഓൾറെഡി അവളുടെ പ്ലാനിൽ അവൾ വീഡിയോ എടുത്ത് വെച്ചത്, അല്ലാണ്ട് ഞാൻ എടുക്കണം ഇങ്ങനൊരു പ്ലാൻ ഇടണം പറഞ്ഞിട്ട് ചെയ്തതല്ല. ഞാൻ നോർമലായിട്ട് വരുന്ന പോലെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോഴാണ് ഈ സർപ്രൈസ് എനിക്ക് കിട്ടിയത് ഗൈസ്. അപ്പോൾ ആദ്യത്തെ ക്ലൂ ആയിട്ട് നമുക്ക് തുടങ്ങാം. ഓരോ ഗിഫ്റ്റും ഓരോ ക്ലൂ ആയിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് പോവാം. ആദ്യത്തെ ക്ലൂ ഡോറിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു, ആദ്യം പോയി കൂടുതൽ സുന്ദരിയായി വരൂ. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് തൊട്ടപ്പുറത്തൊരു മിററുണ്ട്. അപ്പോൾ ആ മിററിൻ്റെ അവിടെ തന്നെ അടുത്ത ക്ലൂ ഉണ്ട് വിചാരിച്ചിട്ട് ഞാൻ മിറർ പോയി നോക്കി. എനിക്കിത് കത്തിയില്ല. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ അവിടുത്തെ റോസ് ടു ലേഡീസ് സലൂണിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, കൂപ്പൺ ഉണ്ടായിരുന്നു. ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് ശ്രദ്ധിച്ച്. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ വണ്ടടിച്ച് പോയിട്ട് എന്താ സംഭവം എന്ന് അറിയാണ്ട് അധികം വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാലും കുറച്ച് വീഡിയോ എടുത്തു. പക്ഷെ അടിപൊളി പാർലറാണ് അവിടുത്തെ. എനിക്ക് കൂടുതലായിട്ടൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ലുക്ക് വൈസും
അവിടുത്തെ ആൾക്കാരുടെ ഒരു പെരുമാറ്റം ബിഹേവിയറൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ അവിടെ പോയിട്ട് കിട്ടിയതാണ് ഇതിനും പ്രത്യേകമായിരുന്നു. ഞാൻ ഇപ്പം ഇച്ചിരി മെനയിട്ടുണ്ട്. എന്തൊക്കെയാ ചെയ്തു എന്താന്ന് എനിക്കറിയില്ല. ഒത്തിരി ത്രെഡ് ചെയ്തു, ഫേസിൽ എന്തൊക്കെയാ ഡീറ്റാനോ അങ്ങനെ എന്തൊക്കെയാ ചെയ്തു. അപ്പം അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ആയിരുന്നു. രണ്ടുണ്ട് ഗുണം. ക്ഷീണം മാറ്റാൻ, നല്ല നടപ്പിന് തയ്യാറെടുക്കാം. ഈ ക്ലൂ എല്ലാം എഴുതി വെച്ചത് എൻ്റെ ചേച്ചിയും അളിയനും. അവർ രണ്ടുപേരുടെയും മാസ്റ്റർ ബ്രെയിനാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ രണ്ടുണ്ട് ഗുണം. ക്ഷീണം മാറ്റാൻ, നല്ല നടപ്പ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് വെള്ളം കുടിക്കുക ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട്. അവിടെ ഇവിടെ കയറി വരുന്ന അവിടെ ഇരിക്കാനുള്ളൊരു ഷൂ റൈസ് എന്തായാലും പറയാം, ഓട്ടോമാൻ പോലൊരു സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വന്ന ഉടനെ ഇരിക്കുകയും ചെയ്യാം. അതുപോലെ ഇനിയിപ്പോൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് ഷൂ കെട്ടിയിട്ട് അങ്ങനെ പോവുകയും ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഗിഫ്റ്റാണ്. ശൈത്യകാലം വരവായില്ലേ? അല്ലല്ല അത് കെട്ടി വെച്ചത്. സോറി, അതൊക്കെ കൺഫ്യൂഷൻ വലിച്ചിട്ടോ. അത് അടുത്ത ക്ലൂൻ്റെ, അത് പിന്നെ പറഞ്ഞത്. ഇതാണ് ഗിഫ്റ്റ്. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്, ആ ബോക്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഗിഫ്റ്റാണ് ഇത്. ഇതെന്താ? ഇത് തുറക്കണല്ലോ, ഞാൻ മറന്നുപോയി. നമുക്കിത് തുറക്കാം. ഇത് എന്തായിരിക്കും? ഗസ് ചെയ്യോ? ഷേപ്പ് കണ്ടിട്ട് ഈ സേവിങ്സ് മണിയൊക്കെ എനിക്കറിയില്ല. നല്ല ആൾക്കാർ സേവിങ്സ്. എന്താ, ഞങ്ങൾക്ക് നല്ല സേവിങ്സ് ഉണ്ട്. ഞങ്ങളുടെ മുണ്ടി പടത്തി എത്ര നിറയാനായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്താ ചുമ്മാവാ. ഞാൻ എൻ്റെ ഫ്രണ്ടിനും അത് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സെയിം സംഭവം. കോപ്പി അടിച്ച പോലെ അല്ല, എൻ്റെ മാത്രം സേവ്. അത് ഞങ്ങൾ രണ്ടേരി സേവ് ചെയ്തതിൻ്റെ മാത്രം. അടുത്ത ക്ലൂ ആയില്ല കേട്ടോ. ഇതില് അല്ല, അതിൻ്റെ പുറത്തല്ലോട്ട്. നല്ലൊരു തുടക്കമാവട്ടെ. ഓക്കെ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. താങ്ക്സ്. അടുത്ത ക്ലൂ. വലിച്ചിട്ടോ മറച്ചിടരുത്, അടുക്കും ചിട്ടയും മുഖ്യം പികില്. അതായത് ഇവിടെ ഒരു കിച്ചണിലൊരു ഓർഗനൈസർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ വീഡിയോ നിങ്ങൾ ശൈത്യകാലം വരവായി. അത് അടുത്ത ക്ലൂ ആണ്. ഇതാണ് ഗിഫ്റ്റ്. എന്താ ഹെയർ ബാൻഡോ റൗണ്ടിലെന്താ? വളരെ മനോഹരമായ പാക്കിംഗ് ആണ്. നീ അതിനെ പുകഴ്ത്തണം. ഡ്രീം ക്യാച്ചർ. ഞാനന്ന് ജബ്രിയുടെ വീഡിയോ ഉണ്ടോ, മിസ്റ്ററി ബോക്സ്. അതില് ജബ്രിയുടെ മിസ്റ്ററി ബോക്സാ മിസ്റ്ററി ബോക്സിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അതില് അവൻ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതിന്റെ റൈറ്റ് സൈഡിൽ ഇതല്ല കുറച്ചുകൂടെ വലുത് ആണപ്പോ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് You mean Jasmine Gabri? Yeah, Jabri. കണ്ണ് തട്ടാതിരിക്കട്ടെ. ഞങ്ങൾക്ക് ഇത് സൂപ്പറായി. നോക്കണ്ട തരില്ല. എൻ്റെ ബർത്ത്ഡേ. I like it guys. ഓക്കെ, അടുത്തെന്തായിരുന്നു? ശൈത്യകാലം വരവായി. ഫ്രിഡ്ജ്. അതായത് ഫ്രിഡ്ജ് ആയിരുന്നു. ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞാൻ ആദ്യം കുറേ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് തപ്പിയത്, പക്ഷെ ഫ്രിഡ്ജിൻ്റെ മുകളിലായിരുന്നു. കറുപ്പിനഴക് അല്ലേ? ഇതായിരുന്നു ഈ ഗിഫ്റ്റായിരുന്നു. അതെന്താണ് ഗൈസ്? ഒരു ഐഡിയ ഇല്ല, സൗണ്ട് പോലും ഇല്ല. നോക്കാം. കഷ്ടപ്പെട്ട് പാക്ക്. ഒറ്റ മിനിറ്റിൽ ഞാൻ നശിപ്പിക്കും.
ഇതിന്റെ പാക്കിംഗ് എല്ലാം ആരാണ്? എൻ്റെ ഭർത്താവാണ്. മിസ്റ്റർ പ്രജീഷ്. അതും പുലർച്ചെ 1:30. നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെയുള്ള പണി. ഞാൻ പാക്ക് ചെയ്താൽ വൃത്തിയാവില്ല. ഇനിയെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? കളറൊക്കെ കണ്ടിട്ട്. ഇത് ശ്രേയസിനൊരു മുതൽക്കൂട്ടാകും. നിങ്ങൾ പറഞ്ഞില്ല എന്തിനാ അലാറൊക്കെ വയ്ക്കണേ? Oh, so cute. Oh, nice. നല്ല ക്യൂട്ടായിട്ടില്ലേ? നല്ല കളറ്. അത് ഏട്ടനാ ഈ കളറ് സെലക്ട്. നോർമൽ ഒരു ക്യൂട്ട്നെസ്സിന്റെ ഒരു കളറല്ല, പക്ഷെ പേസ്റ്റ് നല്ല രസമുണ്ട്. ഇത് ബാറ്ററി വേണേ വാങ്ങിച്ചോ. അത് കഴിഞ്ഞിട്ട് കറുപ്പിനഴക്. അതില് കറുപ്പിനഴക്. അടുത്ത ക്ലൂ കറുപ്പിനഴക്. ഇവിടുത്തെ ഒരു ബാഗിലായിരുന്നു, ചേച്ചിയുടെ ബാഗിലായിരുന്നു. മധുര മനോഹരം അല്ലേ? കണ്ടോ പാക്കിംഗ് കണ്ടോ? നോക്കി. ഇതിന്റെ അതെന്താന്ന് വെച്ചാ ഈ ഗിഫ്റ്റ് ഇത് ഞാൻ ആദ്യമേ വാങ്ങിച്ചത്, ഈ റെഡ്. അതിന്റെ പാക്കിംഗ് കണ്ടോ? അതിന്റെ സെയിം ആണിത്. അപ്പൊ ഞാൻ വിചാരിച്ച ചേട്ടാ ഇത് കണ്ടിട്ട് അതുപോലെ ഇത് ചെയ്യാതെ, പക്ഷെ അല്ല. ഞാൻ എന്നിട്ട് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ഏട്ടൻ പറഞ്ഞത് അവർ എൻ്റെ കോപ്പി അടിച്ചതാണ്. അല്ലാതെ ഏട്ടൻ്റെതായ രീതിയിൽ ഇരുന്ന് ചെയ്തതാണ്. ഞാൻ ഞെട്ടിപ്പോയി. രണ്ടും ഏകദേശം സെയിം. അതൊക്കെ ഷോപ്പിൽ നിന്ന് പാക്ക് ചെയ്തതാണ്. നിനക്ക് ഏറ്റവും കൂടുതൽ അതാ ഉള്ളതെന്നല്ലേ നീ എന്നോട് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് കമ്മലൊക്കെ ഇട്ട് വയ്ക്കാനുള്ള ഓർഗനൈസർ. ഇയറിംഗ്സ് ട്രേ. എൻ്റെ ഇപ്പം ഇയറിംഗ്സ് ഇരിക്കണത് രഘു തന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റിന്റെ ബോക്സിലാണ് എല്ലാം കൂടെ ഇട്ടിരിക്കുന്നത്. അതാണ് അത് എയർപോർട്ടിൽ നിന്ന് പിടിച്ചത്. അടുത്തത് മധുര മനോഹര മോഹം, അതായത് സ്വീറ്റ് ഡ്രീംസ്. അതായത് ഡ്രീംസാ മധുരം. ഇവളുടെ ഒരു ക്യാൻഡി ഹൗസ് ഉണ്ട്, അതിന്റെ പേരാണ് സ്വീറ്റ് ഡ്രീംസ്. സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നാണ് അറിയില്ല. ഇവരായതുകൊണ്ടേ എന്താന്ന് പറയാൻ പറ്റില്ല ഗൈസ്. സ്പ്രേ ആണ് ഗൈസ്. അടുത്തത് റീനുവിലുണ്ട്, മേരിയിലില്ല. ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്ലൂ. പിടുത്തം കിട്ടാത്തതായിരുന്നു ഇത്. ഞാൻ നല്ല ക്ലൂ തന്നില്ലേ? നല്ല ക്ലൂ ഉണ്ടായിരുന്നു. ലാസ്റ്റ് റീനുവിലുണ്ട്, മേരിയിലില്ല. റീനു പ്രേമലു. റീനുവിൽ എന്തുണ്ട്? പ്രേമലു. ആ ലൂവും മേരിയിലില്ല, അതായത് പ്രേമത്തിലില്ല. എന്നിട്ട് ബ്രാക്കറ്റിൽ 2. ദാറ്റ് മീൻസ് ലുലു. അപ്പൊ മറ്റതോ? അതാ ലുലുവിന് മാത്രം അറിഞ്ഞാൽ നിനക്ക്. അത് നെക്സ്റ്റ് ക്ലൂ. ഒന്നുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ക്ലൂ വെച്ചോ. ഇവിടെ ചേച്ചിയുടെ കുട്ടി ബഹളം വെക്കുന്നുണ്ട്, അതിന്റെ പരിമിതികളുണ്ട് ഗൈസ്. ഒന്നും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്നും കൂടെ ട്രബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു. 3 അക്ക സംഖ്യ. ആദ്യത്തെ സംഖ്യയുടെ പകുതി രണ്ടാമത്തെ സംഖ്യയോട് 1 കൂട്ടിയാൽ 3ാമത്തെ സംഖ്യ. ഞാൻ ആദ്യം വിചാരിച്ചത് 2, 1, 3 എന്നാ വിചാരിച്ചത്.
അപ്പോൾ ഉള്ളതല്ല. പിന്നെ കണ്ടുപിടിച്ച് 423 423 ആയിരുന്നു. അത് അവിടുത്തെ കൂപ്പൺ കാർഡ്, അതായത് നമ്മളവിടെ സാധനങ്ങളൊക്കെ കൊണ്ട് വെക്കുമ്പോൾ അവർ തരുന്നൊരു സാധനമാണ് കൂപ്പൺ കാർഡ്. അപ്പോൾ അത് അവിടെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ തന്നതാണ് ദ ലാസ്റ്റ് ഗിഫ്റ്റ്. പക്ഷെ ഇത് എനിക്ക് എന്താണെന്ന് ഓടിക്കാം, പക്ഷെ അതിന് പറയില്ല, നമുക്ക് കാണിച്ചു തരാം. ഇതിലൊരു വിഷൊക്കെ ഉണ്ട്. PRA ഫാമിലി എന്നാണ് ഗൈസ്. PRA ഫാമിലി, പ്രാ ഫാമിലി. ദാറ്റ് മീൻസ് P for Prajish, R for Rajisha, A for Anvika. Yes, that's pra. Congratulations on turning silver a quarter of a century. Happy birthday. 25th birthday guys. Ta-da. നമുക്ക് സുഖമായിട്ട് തുറക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇത് എനിക്ക് എന്താണെന്ന് അറിയാൻ കാരണം ഇതിന്റെ പുറത്ത് ഈ ഷോപ്പിന്റെ കവർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ക്രോപ്പ് ടോപ്പാ പൊള്ളിക്ക്. യെസ്, ഐ ലൈക്ക് ഇറ്റ് ഗൈസ്. ഇതിന് പുറത്തിടുന്ന ടൈപ്പ്. ഇത് ഉപകാരമായി. ഓക്കെ, പ്രൈസ് ടാഗ് ആണോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഞാനത് നോക്കും, റിപ്ലൈ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.